മൈക്കിൾ നല്ല പേരല്ലേ? എനിക്കത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. തനിക്കത് ചേരുന്നില്ല. മൈക്കിൾ നല്ല പേരാ, എനിക്കിഷ്ടപ്പെട്ടു. ഒരു പേര് മാത്രം കിട്ടിയിട്ട് എന്താ ചെയ്യാനാ? മൈസൂരന്നെ ഇപ്പൊ എത്ര മൈക്കിളുണ്ട്? മൈക്കിൾ ജാക്സന്റെ പേര് വരാ മൈക്കിൾ എന്നല്ലേ? അതാരാ? അത് വിട്. ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഇനി എന്താ ചെയ്യാനാ പ്ലാൻ? അറ്റ്ലീസ്റ്റ് ഒരു പേര് കിട്ടിയില്ലേ? അത് വെച്ച് നമുക്ക് താനെന്നെ ഹെൽപ്പ് ചെയ്യില്ലേ? താൻ പക്ഷെ സിദ്ധാർത്ഥ അയ്യറാണെന്ന് പറഞ്ഞ് എന്റെ കൂടെ വരാന്ന് പറഞ്ഞിട്ടുള്ളതാ, അത് മറക്കരുത്. ഏതൊരു അമ്പലത്തിലേക്കല്ലേ, അത് ഞാൻ പറയാം. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. അവിടെ വെച്ച് താൻ എടോ തന്നെ ഒരു പരിചയമില്ലാതിരുന്നിട്ടും ഞാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തില്ലേ, അപ്പൊ താനും എന്നെ ഹെൽപ്പ് ചെയ്യില്ലേ? പല്ലവി എന്റെ അടുത്ത് എന്ത് ഹെൽപ്പ് ചോദിച്ചാലും ഞാൻ ചെയ്തു തരും, പ്രോമിസ്. താൻ നാളെ എന്നെ ഒന്ന് കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കാനോ? എടോ റിയൽ കല്യാണമൊന്നുമല്ല, ഒരു പറ്റിപ്പ് കല്യാണം. പറ്റിപ്പ് കല്യാണം? എടോ താനിപ്പോ സിദ്ധാർത്ഥ അയ്യരല്ലേ? ആ സിദ്ധാർത്ഥ അയ്യരാണ് നാളെ എന്നെ കല്യാണം കഴിക്കാനിരുന്നത്. ചില പ്രത്യേക കാരണങ്ങൾ കാരണം പുള്ളിക്ക് നാളെ വരാൻ പറ്റില്ല, അതുകൊണ്ടാ. പിന്നെ സിദ്ധാർത്ഥ അയ്യർ മരിച്ചിട്ടില്ലേ? യാ പാവം മരിച്ചുപോയി. തനിക്ക് തന്റെ അപ്പടുത്ത് പറഞ്ഞാ പോരെ? അത് ശരിയാവില്ല, എനിക്കെന്നെ കാശ് കിട്ടില്ല. കാശോ? എടോ എന്റെ കല്യാണം നടന്നാലല്ലേ അപ്പ എന്റെ ഷെയർ തരൂ. എന്റെ ഷെയർ കിട്ടിയാലല്ലേ എനിക്ക് സ്പെയിന് പോകാൻ പറ്റൂ. ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ്. ഒരു കോംപ്ലിക്കേഷനും ഇല്ല. നാളെ രാവിലെ നമ്മൾ അമ്പലത്തിൽ പോകുന്നു, ജസ്റ്റ് ഒരു മാല ഇടുന്നു, അവിടുന്ന് എന്റെ വീട്ടിലേക്ക് പോകുന്നു, അപ്പ എനിക്ക് എന്റെ ഷെയർ തരുന്നു, അതും വാങ്ങി ഞാൻ നേരെ സ്പെയിനിലേക്ക്. സിമ്പിൾ. അതിനു മുൻപ് നമ്മൾ ഈ മൈക്കിൾ ആരാണെന്ന് കണ്ടുപിടിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഞാൻ സ്പെയിനിലേക്ക് പോകുന്നു. സിമ്പിൾ. എന്നാലും ഒരെന്നാലും ഇല്ല. തന്നെ കണ്ടത് ജയാനഗറിൽ വെച്ചിട്ടാണോന്ന് എനിക്കൊരു ചെറിയ സംശയം. അതോ ഇനി അശോക് നഗറിലാണ്? ജയാനഗർ തന്നെ. ഞാൻ ആലോചിക്കുവായിരുന്നേ, എനിക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവും. ഒരു ദിവസം ഒരാൾ എല്ലാം മറന്നു എന്ന് വെച്ചാൽ ഇതൊരെണ്ണമെല്ലാം കഴിയും. അറിയില്ല, ഞാനും ആദ്യമായിട്ടാണ്. ತಗೊಳ್ಳಿ. ತಗೊಳ್ಳಿ. കെട്ടിയോ? ഇല്ല, ഭാഗ്യം. എന്താ ശിവ, എന്തായി കാണിക്കണേ? എടാ സിദ്ധാർത്ഥ അയ്യറെ, പാട്ടുകാരാ, നിർത്തി തരണം എന്റെ പാട്ടും കൂത്തും. ഓ എന്റെ അങ്ങളെ പറയാം, ധൃതി പിടിക്കില്ലേ. ആദ്യം ഒരു ബിൽഡപ്പ് ഒക്കെ വേണ്ടേ? ഇത് ഇന്നത്തെ ഉദയവാണി പത്രം. ഇതിൽ എന്താ എഴുതിയേക്കുന്നതെന്ന് നിനക്കറിയാമോ? കന്നഡ ഗൊത്തില്ല. നീ ഗൊത്തണ്ടടാ, ഗൊത്താൻ ഇവിടെ വേറെ ആളുകളുണ്ട്. എടാ ശിവ, നീ കല്യാണം മുടക്കോ? ഈ കല്യാണം മുടങ്ങും, പക്ഷെ കുറച്ച് മാറ്റങ്ങളോടെ ഇവിടെ വെച്ച് നടക്കുകയും ചെയ്യും. അത് പിന്നെ പറയാം. ഇതില് നിങ്ങളെല്ലാരും ഞെട്ടിക്കുന്ന ഒരു വാർത്തയുണ്ട്, ഞെട്ടാൻ റെഡി ആയിക്കോ. 3 ദിവസം മുമ്പ് മൈസൂർ ബാംഗ്ലൂർ ഹൈവേ വെച്ചൊരു അപകടം ഉണ്ടായി. എന്നിട്ട് എന്താ അതിലുണ്ടായിരുന്നു തട്ടിപ്പ്. ശിവ, നിനക്ക് എന്താ വേണ്ടത്? അതായത് സിദ്ധാർത്ഥ അയ്യർ എന്ന കള്ളപ്പേരിൽ ഇവിടെ വന്ന് നമ്മളെയൊക്കെ പറ്റിക്കുന്ന ഈ തെണ്ടി അപകടത്തിൽ മരിച്ചുപോയി ഓമനക്കുട്ടനാണ്. അതെ, മരിച്ചുപോയി ഓമനക്കുട്ടൻ. പടമുണ്ട്.
രണ്ടുപേരും കൂടെ ബാക്കിയുള്ളവരെ പൊട്ടന്മാരാക്കരുന്നല്ലേ? എന്തായാലും നീ മരിച്ചു എന്ന് പത്രത്തിൽ വാർത്ത വന്നു. ഇനിയിപ്പൊ നീ ജീവിച്ചിരിക്കുന്ന മോശമല്ലടാ. ആ താലിയും കൊടുത്താടാ, താടാ ഇങ്ങോട്ട്. പല പോയി പിടിയടാ. എന്ത്? എന്തൊക്കെയാ അവൻ പറഞ്ഞത്? ഞാൻ മരിച്ചെന്നോ? അതെങ്ങനെ ശരിയാവും? ശരിക്കും നീ ആരാ? അതല്ലേ എനിക്കും അറിയാത്തത്. ഒരു ദിവസം രാവിലെ എല്ലാം മറന്നു പോവാം, എന്നിട്ട് മരിച്ചു എന്ന് പറഞ്ഞ് പത്രത്തിൽ ന്യൂസ് വരും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാ എനിക്കെല്ലാം മനസ്സിലായി. എന്റെ പ്ലാൻസ് ഒക്കെ പൊളിഞ്ഞു. ഇനി എന്ത് പറഞ്ഞിട്ടാ ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലുക? ഒരു 5 പൈസ എനിക്ക് കിട്ടുന്ന തോന്നുന്നില്ല. ഗോസ്റ്റ് ഹണ്ടിങ്, മണ്ണ കട്ട, ഒരു കോപ്പോലും നടക്കില്ല. അതിന് ഞാൻ എന്താ ചെയ്തു? അല്ലെങ്കിലും തനിക്ക് തന്റെ കാര്യം മാത്രം മതിയല്ലോ, ബാക്കിയുള്ളവരോടോ? അതേടോ, എല്ലാം എന്റെ മിസ്റ്റേക്കാ. നടു റോട്ടിൽ ആന ഏത് ചേന ഏതെന്ന് തിരിച്ചറിയാൻ നിന്ന് നിന്നെയൊക്കെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയില്ലേ? എന്നെ പറഞ്ഞാ മതി. ഹെൽപ്പ്? തന്റെ പ്ലാൻസ് നടക്കണം, അതിനല്ലേ തന്നെ വിളിച്ചോണ്ട് പോയത്, അല്ലാതെ എന്നെ അങ്ങ് സഹായിച്ച് രക്ഷിക്കാനൊന്നുമല്ലോ. അതെ, എന്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി തന്നെയാ, അല്ലാതെ ആദ്യമായിട്ട് കാണുന്ന ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടാനായിട്ടേ എന്റെ ബോധം പോയിട്ടൊന്നുമില്ല. അപ്പൊ താൻ എന്നെ തന്റെ മറ്റെടുത്ത് വെച്ച് കണ്ടെന്ന് പറഞ്ഞൊക്കെ നുണയായിരുന്നല്ലേ? അതെ, തന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഒറ്റ പ്രാവശ്യം കണ്ട എന്നെ അബദ്ധമായല്ലോ എന്ന് പറഞ്ഞിട്ടിരിക്കുക. അപ്പഴാ അതെ, എന്നാ പിന്നെ തനിക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി അങ്ങ് ഓടിയാൽ മതിയായിരുന്നില്ലേ? ഇതിപ്പോ ഞാനും കൂടി ചേർന്ന് പ്ലാൻ ചെയ്താന്നല്ലേ എല്ലാവരും വിചാരിക്കാം. താനും കൂടിയല്ല, താൻ മാത്രമാണ് ഇതെല്ലാം പ്ലാൻ ചെയ്തത്. എനിക്ക് ഇങ്ങനെ കള്ളത്തരൊന്നും കണ്ട് ശീലമില്ല. എന്താ ഉറപ്പ്? ഡോ, തനിക്ക് എന്താടോ ഇത്ര ഉറപ്പ്? തന്നെ കണ്ടാൽ അറിയാലോ ഒരു ഫ്രോഡാണെന്ന്. ഓർമ്മ പോയി, ബോധം പോയി, ഇനി എങ്ങോട്ട് പോകണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. എന്തൊക്കെയായിരുന്നു ഇപ്പതാ ചത്തെന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസും. ഫ്രോഡ് ഫ്രോഡ് ഞാനല്ല, നീയാ. വീട്ടുകാരുടെ കാശ് എടുത്ത് മാറ്റിക്കൊണ്ട് ഫോറിൻ ട്രിപ്പ് പോകാനല്ലായിരുന്നു നിന്റെ പ്ലാൻ. കള്ളി, പേരും കള്ളി. തന്റെ ഈ പൊട്ടക്കഥ ദയവ് ഇതിനി ആരോടും പറയാൻ നിൽക്കണ്ട. ആരും വിശ്വസിക്കാൻ പോണില്ല. എനിക്ക് തന്നെ ഇപ്പൊ ചില ഡൗട്ട്സ് ഒക്കെ തോന്നുന്നു. അതെ,
ആ എസ് ഐ പറഞ്ഞ പോലെ വല്ല മെന്റൽ ഹോസ്പിറ്റലിൽ ഒന്ന് പോയാലോ? അതിനെനിക്ക് വട്ടൊന്നുമില്ലല്ലോ. എടോ, നമുക്ക് എന്റെ വീട്ടിലേക്ക് എന്നെ തിരിച്ചു പോയാലോ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊപ്പിച്ച് കിട്ടുന്ന പൈസയും കൊണ്ട് നമുക്ക് സ്ഥലം വിടാം. പിന്നെ തരം പോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാലോ. മാഡം, എന്റെ ഓർമ്മയെ പോയിട്ടുള്ളൂ, ബുദ്ധി പോയിട്ടില്ല. തന്റെ വാക്കും വിശ്വസിച്ച് ഞാൻ തന്റെ വീട്ടിലേക്കും പറഞ്ഞു. എന്നാലേ താനിവിടെ ഇറങ്ങി, എനിക്ക് പോണം. ഞാൻ ഇവിടെ ഇറങ്ങുള്ളൂ. എന്നിട്ട് താനെന്ത് ചെയ്യും? വേറൊരുത്തനെ വിളിച്ചോണ്ടിട്ട് അവനല്ല ഇവനാണ് ശരിക്കുള്ള സിദ്ധാർത്ഥ എന്ന് പറഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ആദ്യം എന്റെ പ്രശ്നം സോൾവ് ചെയ്യാം. എന്നിട്ട് തന്റെ കൂടെ വീട്ടിലേക്കോ ഏത് നരകത്തിലേക്കോ വേണമെങ്കിലും ഞാൻ. എടോ, തന്റെ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാനാണ്? തന്നെ കൊണ്ട് ഈ മൈസൂർ മൊത്തം ഞാൻ കറങ്ങിയതല്ല. ആകെ പത്രത്തിൽ വന്നൊരു ന്യൂസും ഉണ്ട്. പറഞ്ഞല്ലോ പത്രം ഇവിടെ.